ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര ഉത്സവമായി വളർന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ മേളയിൽ 15,000-ഓളം കലാപ്രതിഭകളാണ് മാറ്റുരക്കുന്നത്. നേരത്തെ പറഞ്ഞു, 25 വേദികളിലാണ് കലാമേളകൾ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ കലോത്സവത്തോടൊപ്പം സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവം എന്നിവ കൂടി നടക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാക്തന കലകളുടെയും ക്ലാസിക് കലകളുടെയും എല്ലാം സംഗമവേദിയാവുകയാണ് ഈ കലോത്സവം. ഏറെ അഭിമാനകരമാണിത്. കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം സംഭവിച്ച വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപർ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ MT വാസുദേവൻ നായർ വിടവാങ്ങിയ വർഷമാണ് കടന്നുപോയത്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്ന വേദിയാണ് സ്കൂൾ കലോത്സവം. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു. കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നത് കഴിഞ്ഞ വർഷമാണ്. അതിൻ്റെ ആഘാതത്തിൽ അവിടങ്ങളിലെ കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. അതിനെ മറികടക്കാനുള്ള സത്വരമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയി. കുട്ടികൾക്ക് പഠന സൗകര്യങ്ങളൊരുക്കിയും പഠനോപകരണങ്ങൾ ലഭ്യമാക്കിയും നാം അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല GHSലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കുകയാണ്. ആ നിലക്ക് കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണികളാകുന്നവരാണ് ഇവിടെ പങ്കെടുക്കുന്ന ഓരോ കുട്ടിയും. കലോത്സവ വേദികളിൽ മാറ്റുരച്ച നിരവധി പ്രതിഭകൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പിന്നീട് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ആ ബൃഹത് പാരമ്പര്യം ഉൾക്കൊണ്ടു വേണം ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ. അങ്ങനെ നമ്മുടെ സാംസ്കാരിക രംഗത്തെയും ആസ്വാദന രീതികളെയും മാറ്റിമറിക്കുന്ന കലാസൃഷ്ടികൾ നടത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക ഉന്നമനത്തിനായി നാളെ ഈ സമൂഹത്തെ ഒന്നടങ്കം മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ആ ബോധ്യത്തോടെയുള്ള ഈ കലോത്സവത്തിലെ പങ്കാളിത്തമാണ് വിജയത്തേക്കാൾ
വലിയ നേട്ടം. ആ തിരിച്ചറിവോടെ ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. മനുഷ്യർ പൊതുവെ ഉത്സവപ്രിയരാണ്. ജീവിത ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പോലും ജീവിതം ഒരു ഉത്സവമാക്കുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അത്തരം സ്വപ്നങ്ങളാണ് വലിയ ജനകീയ വിപ്ലവങ്ങൾക്കും സാമൂഹ്യ വ്യവസ്ഥാ മാറ്റങ്ങൾക്കും വഴിവെച്ചിട്ടുള്ളത് എന്നതിന് ലോക ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഉത്സവങ്ങൾ കൗമാരക്കാരുടേതും യുവജനങ്ങളുടേതുമാകുമ്പോൾ അതിന് കൂടുതൽ ഓജസ്സും ഊർജ്ജസ്വലതയും കൈവരുന്നു. ആ ചടുലത ഇവിടുത്തെ ഓരോ വേദിയിലും നമുക്ക് കാണാനാവും. ഒരു ദേശത്തിലെ മുഴുവൻ കൗമാര പ്രതീക്ഷകളും വർഷത്തിലൊരിക്കൽ ഒരിടത്തു കൂടി മികവ് പ്രകടിപ്പിക്കുന്ന രീതി ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഒരു തലമുറയിലെ മുഴുവൻ സർഗവൈഭവവും ആശകളും പ്രതീക്ഷകളും ആശയലോകവും ആദർശലോകവുമാണ് ഇവിടങ്ങളിൽ മാറ്റുരക്കപ്പെടുന്നത് എന്ന് നിസ്സംശയം പറയാം. മനുഷ്യൻ ഇതുവരെ ആർജിച്ച എല്ലാതരം കലാവൈഭവങ്ങളുടെയും വിചിത്രവും മായികവുമായ ഒരു ലോകം നിങ്ങൾക്ക് ഇവിടങ്ങളിൽ ദർശിക്കാനാകും. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശിക്ഷണങ്ങളുടെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് ഈ പ്രകടനം. അന്യം നിന്നു പോകുന്ന ഒട്ടേറെ നാടൻ കലകളും അനുഷ്ഠാന കലകളും ഇതിലൂടെ അതിജീവിച്ച് നിലനിൽക്കുന്നു.